Hi, God bless you all of you. How are you all? It's me, Shilu Sheikh Abdul. ഇന്ന് വളരെ യാദൃശ്യമായിട്ട് വളരെ ബ്ലസ്സബിൾ ആയിട്ടൊരു പേഴ്സണെ പരിചയപ്പെടാൻ പറ്റി. അത് മറ്റാരുമല്ല, ഡോക്ടർ രവി സാർ. ഡോക്ടർ നമസ്കാരം. ഇന്ന് ഒരുപാട് പേഷ്യൻസ് ഇന്ന് തലകറക്കമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരുപാട് MRI സ്കാന് മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ അനാവശ്യമായിട്ട് പൈസ കളയാനും അതേപോലെ അതിൻ്റെ മുകളിലുള്ള എഫേർട്ട്, നമുക്ക് ട്രാവലിംഗ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെ തലകറക്കം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഒരു വളരെ മിറാക്കിൾ, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, വളരെ മിറാക്കിൾ എന്ന പോലെ തന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളിൽ മാറ്റി കൊടുക്കുന്ന ഡോക്ടർ രവി സാർ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഡോക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ 50 വർഷത്തിൽ കൂടുതലായി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ഗവൺമെൻറ് സർവീസിലായിരുന്നു, മോഡേൺ മെഡിസിനാണ്. DMO ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. 2006 റിട്ടയർ ചെയ്തു. ഞാനിങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോരുമായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഇയർ ബാലൻസ് വന്നു. അപ്പോൾ ഇയർ ബാലൻസ് വന്നപ്പോഴാണ് അതിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായത്. അതിന് ചികിത്സയില്ല എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷേ അതിൻ്റെ ഭീകരത ഉള്ള കാര്യം കൊണ്ട് അതിനോട് ടെസ്റ്റ് ചെയ്താലും ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിക്കുകയും ഞാനത് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ചികിത്സയിലേക്ക് വന്നത്. അപ്പോൾ ഈ 9 വർഷം മുമ്പാണ് എനിക്ക് അസുഖം വന്നത്, തലകറക്കം വന്നത്. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഇതുവരെയായിട്ട് ഒരു 10,000 കൂടുതൽ പേഷ്യൻസിനെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു ആവറേജ് ഒരു 30-40 പേഷ്യൻസിനെ ദിവസം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മോഹൻലാൽ എന്നെയൊക്കെ പറ്റി അറിഞ്ഞ് എന്നെ കാണാൻ വന്നതും. അതോടുകൂടി ഭയങ്കര തിരക്കായി, രക്ഷയില്ലാത്ത പോലെ തിരക്കായി. അപ്പോൾ വിളിക്കുന്നവരെല്ലാവരും എനിക്ക് ദിവസം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനിലാണ് ബുക്കിംഗ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഓൺലൈൻ വഴി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ഡോക്ടർ മോഹൻലാലിനെ പറ്റി ഡോക്ടർ മോഹൻലാലിനെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം പറയാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടറെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. മറ്റു ഡോക്ടർ മോഹൻലാലിൻ്റെ കസിൻ ബ്രദർ, അദ്ദേഹം മലേഷ്യയിൽ സിംഗപ്പൂരിലായിട്ടുണ്ട്. അപ്പോൾ സിംഗപ്പൂരിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവരുടെ തന്നെ റിലേഷനായിട്ടുള്ള ആൾക്ക് മലേഷ്യയിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓൺലൈൻ വഴി തന്നെ ഈ അസുഖം മാറിയപ്പോൾ മോഹൻലാൽ ആക്ടർ അദ്ദേഹത്തിന് വളരെ ഒരു ഇമ്പ്രസ്ഡായി. കാരണം പോവാതെ തന്നെ ഓൺലൈൻ വഴി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എങ്ങനെയൊന്നും മാറ്റാൻ പറ്റും, അത് വലിയൊരു ഇമ്പ്രസ്ഡായി മാറി. അപ്പോൾ അദ്ദേഹത്തിന് രഹസ്യമായിട്ട് ഡോക്ടറെ കോൾ ചെയ്തു, മോഹൻലാൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരും അറിയിക്കരുത്. അപ്പോൾ ഡോക്ടർ അത് ആരോടും പറയാതെ രഹസ്യമായിട്ട് വെച്ചു. അങ്ങനെ വളരെ ഇമ്പ്രസ്ഡായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിൻ്റെ മഹാനടനാണ്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് നല്ല മഹാനടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, ആക്ടിങ്ങിൽ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ആക്ടർ ഇവിടെ വന്ന് കാണണമെങ്കിൽ ഡോക്ടറുടെ വലിപ്പം, ഡോക്ടറുടെ ആ ഒരു മഹത്വം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് വന്നോളൂ, ഡോക്ടർ വളരെ നമുക്ക് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പോലെ തന്നെ ഒരു സംസാരം, ഡോക്ടറുടെ ഭാഗത്ത് ഒരുപാട് കോപ്പറേറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ, ഡോക്ടർ വളരെ സിംപ്ലിസിറ്റി, വിനയം, ഇതൊക്കെ ഓരോരുത്തരും വന്ന് കണ്ട് അനുഭവിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആർക്കെങ്കിലും വരാൻ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ആർക്കെങ്കിലും വരാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഡോക്ടർ ഓൺലൈൻ വഴി ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഡോക്ടറെ ID ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നതായിരിക്കും. ഡോക്ടർ പ്ലീസ് അതൊന്ന് പറഞ്ഞുതരാൻ പറ്റും? വെബ്സൈറ്റിൽ കൂടെയാണ് ബുക്ക് ചെയ്യേണ്ടത്. earbalance.in സൈറ്റിൽ പോയാൽ ബുക്ക് ചെയ്യാൻ പറ്റും. അത് ഓൺലൈനിലേക്ക് ഇവിടെ വന്ന് ചികിത്സിക്കുകയാണെങ്കിൽ അതിൽ കൂടെ ബുക്കിംഗ് പോസിബിളാണ്. ഓക്കെ, താങ്ക് യു. ഡോക്ടറെ പോലുള്ള ഒരാൾക്ക് വളരെ